ദേവി ആയിട്ടുള്ള ഗായത്രി ദേവി കൊണ്ട് കിട്ടാത്തതായിട്ട് യാതൊന്നും ഇല്ല. അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഗൗരവം കണക്കാക്കാണെച്ചാലും ഈ ഗായത്രിയോളം ഗൗരവമുള്ളതായിട്ടുള്ള മന്ത്രമില്ല. അതേപോലെ തന്നെ എല്ലാം ഇതുകൊണ്ട് കിട്ടുകയും ചെയ്യും എന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതൊന്ന് കിട്ടുക? രോഗം മാറല്, ധനം, യശസ്, മറ്റേ സന്താനം, അതുപോലെ കല്യാണം, ഭൂമി, വീട്, ഊർധ്വഗമനം, സ്വർഗവാസം, ഇങ്ങനെ സകല കാര്യങ്ങളും ഗായത്രി ഉപാസന കൊണ്ട് പ്രയോഗം കൊണ്ട് കിട്ടും എന്നതാണ്. അപ്പോൾ അവിടേക്ക് നമുക്കിങ്ങനെ ക്രമേണയായിട്ട് എത്താം. 3 മന്ത്രങ്ങളെ കൊണ്ട് 100 അക്ഷരം എന്ന് പൂർണ്ണമാക്കി വെച്ചതാണ് ഗായത്രി. ഗായത്രി, ത്രിഷ്ടുപ്പ്, അതേപോലെ ത്രംബകം, 3 മന്ത്രങ്ങൾ 3 കൂടി ഉച്ചരിച്ചു കഴിഞ്ഞാൽ 100 എന്ന് അക്ഷരം കിട്ടും. ഒന്ന് 44, മറ്റേ 36, മറ്റേത് 24, ഇങ്ങനെയൊക്കെ അതിൻ്റെ ക്രമമൊക്കെ ഉണ്ട്. അപ്പോൾ ആ മന്ത്രങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന മന്ത്രങ്ങളാണ്. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോന്ന പ്രചോദയാൽ എന്ന ഗായത്രി മന്ത്രം, ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമയോബന്ധനാൻ മൃത്യോന്മുക്ഷീയമാമൃതാൽ എന്നുള്ള ത്രംബകം, ജാതവേരശേഷനവാമ സോമമരാധികതോ നിഹാദിവര സനപരിഷദി ദുർഗാണി വിശ്വാൻ അവയവസന്ധി ദുരിതാത്യഗ്നി എന്ന ത്രിഷ്ടുപ്പ്, ഇങ്ങനെ 3 മന്ത്രങ്ങളെ കൊണ്ട് 100 എന്നുള്ള പൂർണ്ണതയാണ് നമുക്ക് കിട്ടുക. അതിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കേൾക്കുക മാത്രമേ വേണ്ടൂ, ഇനി വായിക്കാൻ മാത്രമേ സമയമുള്ളൂ. ഇപ്പോൾ സമയം 3 മണി. പിന്നെ ഗായത്രി അങ്ങനെ വിസ്തരിക്കേണ്ട കാര്യമുണ്ട് തോന്നണില്ലേ? ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. ഓം ശ്രീ നാരായണൻ. ഇനി കേൾക്കുക നീ സന്ധ്യോപാസനം പുണ്യമുത്തമം ഭസ്മധാരണ മഹാത്മ്യം വിസ്തരിച്ചു പറഞ്ഞു ഞാൻ. പ്രാതസന്ധ്യാവിധാനത്തെ പറയാമാദ്യമായി മുനെ. വെള്ള കീറുന്ന നേരത്തും നട്ടുച്ചയ്ക്കും അതേപടി സൂര്യാസ്തമയ കാലത്തും സന്ധ്യോപാസന ചെയ്യണം. തൽഭേദങ്ങളെയും ചൊല്ലാം കേട്ടാലും മുനി സത്തമ. താരം മായാത്ത പുലരി ഉത്തമം ലുപ്ത താരകം മധ്യമം സാർക്കമധമം പ്രാതസന്ധ്യകൾ മൂവിധം. ഉത്തമം സാർക്കമാണെങ്കിൽ പുലർപ്പ, അസ്തമിക്കുകിൽ മധ്യമം, നക്ഷത്രം കാൺകിൽ അധമം സായം സന്ധ്യകൾ മൂവിധം. വിപ്രൻ വൃക്ഷം വേരുതാൻ സന്ധ്യ, വേദം ശാഖാജാലം ധർമ്മകർമ്മങ്ങൾ പത്രം. മൂലം രക്ഷിക്കണം എമ്മട്ടും അല്ലെന്നാലോ നിൽക്കാ വൃക്ഷമോ കൊമ്പുതാനോ. സന്ധ്യോപാസന ചെയ്യാതെ വിഗണിക്കുന്നൊരന്തണൻ ജീവിക്കെ ശൂദ്രനായി വാഴ്വൂ ജനിപ്പൂ പിന്നെ നായയായി. അതിനാൽ നിത്യവും ശ്രേഷ്ഠം സന്ധ്യോപാസന ചെയ്യണം, അല്ലാഞ്ഞാൽ കർമ്മമേതിനും അനർഹത ഭവിച്ചിടും. പ്രാതസായങ്ങൾക്ക് ശേഷം 3 നാഴികയോളവും ഉപാസിക്കാം മുനി, പക്ഷേ പ്രായശ്ചിത്തം നടത്തണം. സ്വല്പം നേരം വൈകി എന്നാൽ അർഘ്യമൊന്നേറെ ഏകണം, അതിലും വൈകിയാൽ 800 ഗായത്രിതാൻ വിധി. തത്തത്കാലാധീശ്വരിയാം സന്ധ്യാദേവിയെ ആദ്യമായി ഉപാസിച്ചും കൊണ്ടുവേണം കർമാനുഷ്ഠാനമൊക്കെയും. സാമാന്യേന ഗൃഹം മധ്യമാഖ്യം ഗോശാല, അവ്വിധം ഉത്തമം നദിതൻ തീരം ദേവീക്ഷേത്രം മഹോത്തമം. ഗായത്രി ഉപാസനയ്ക്കാവുന്നത്ര ദേവീ സമീപമായി മൂവന്തിയും അനുഷ്ഠിക്കിൽ അനന്തം താനിതിൻ ഫലം. ഇതിലും മീതെ വിപ്രർക്ക് വേറെയില്ല ഒരു ദൈവതം. വിഷ്ണുവേയോ ശിവനെയോ ഭജിച്ചിടുകിലും മുനെ നൽകാ നിത്യഫലം സാക്ഷാത് ദേവി ഉപാസന പോലവേ. വേദപ്രോക്തം വേദസാരം ഗായത്രി ദേവി ഉപാസനം. ബ്രഹ്മാദ്യരം ജപിക്കുന്നു ഭജിച്ചിടുന്നു സന്ധ്യയെ. ജപിപ്പൂ വേദവും വേദോപാസ്യ എന്നവൾ കീർത്തിത. ഗായത്രിയാം ആദിശക്തി തന്നെ പൂജിക്കയാൽ ദ്വിജർ. ശാക്തർ താൻ വൈഷ്ണവന്മാരും അല്ല ശൈവരുമല്ലവൻ. ആചമിച്ച ആശു ചെയ്യണം പ്രാണായാമം മുനീശ്വര. ആദ്യമായി കേശവൻ, നാരായണൻ, മാധവനും ക്രമാൽ ഗോവിന്ദൻ, വിഷ്ണുവും പിന്നെ മധുസൂദനനും തഥാ ത്രിവിക്രമൻ, വാമനനും പിന്നെ ശ്രീധരൻ. അവ്വിധം ഹൃഷീകേശൻ, പത്മനാഭൻ, ദാമോദരൻ, അതിൽ പരം സംഘർഷണൻ, വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധനും, അധോക്ഷജൻ, നാരസിംഹം, അച്യുതൻ, പുരുഷോത്തമൻ, ജനാർദ്ദനൻ, ഉപേന്ദ്രാഖ്യൻ, ഹരി, കൃഷ്ണനും. ഇങ്ങനെ 24 നാമം മഹാവിഷ്ണുവിൻ്റേതായിട്ട് ഈ ഗായത്രിയിൽ അടങ്ങിയിരിക്കുന്നു. ഓങ്കാരപൂർവം 3 തിരുനാമങ്ങളാൽ മുനെ സ്വാഹ അന്തമാദ്യം പ്രാശിക്കുക സ്പർശിക്കുക നമോന്ത്യമായി. ഹരേ ആദ്യത്തെ 3 ആചമിക്കുക, 2 കൈ കഴുകിയിടുക, മുഖം വടിക്കുക, ഈ 2 പിന്നീട് വിധി പോലവേ. ഓരോന്നാൽ കൈകാൽ ശിരസ്സുകളിൽ പ്രോക്ഷിക്ക വേണ്ടപ്പോൾ സംഘർഷണാദി 12 അംഗസ്പർശം നടത്തുക. ആചമിക്കുമ്പോൾ ഇടതാൽ വലം കൈ തൊട്ടുകൊള്ളണം, ഇടം കൈയാൽ തൊട്ടിടായെങ്കിൽ ജലം നിർമ്മലമായി വരാ. ഗോകർണാകൃതി ഹസ്തത്തിൽ ഒഴുന്നു മണിയോളമായി ആചമിക്കണം. ഏറ്റക്കുറച്ചാൽ മധ്യതുല്യമാം. ഹരേ ആകുഞ്ചിത അങ്കുലികളായി കനിഷ്ഠ അങ്കുഷ്ടകങ്ങളെ വിടർത്തി തൻ വലം കൈയാൽ ആചമിപ്പതു താൻ വിധി.
പ്രണവസ്മൃതിയൊത്താശു തുര്യ പാദസമന്വിതം ജപിക്ക ഗായത്രി. പിന്നെ പ്രാണായാമം നടത്തുക. വലത്താൽ രേചകം, ഇടം നാസയാൽ ചെയ്യുക പൂരകം, കുംഭകത്താൽ ധാരണവും പ്രാണായാമം ഇതായി വരും. കനിഷ്ഠിക അനാമികളാൽ കനിഷ്ഠിക അനാമികകളാൽ ഇടത്തെ നാസയും തഥാ അങ്കുഷ്ടത്താൽ വലത്തേതും അമർത്തുക യഥാക്രമം. നാസാദ്വാരം രണ്ടും ഒന്നിച്ച് അമർത്തി ചെയ്യുക കുംഭകം. ചൂണ്ടാണിയും നടുവിരൽ താനും വർജിക്കണം പുമാൻ. രേചകത്താൽ വായു പുറന്തള്ളൽ ഉള്ളോട്ടെടുക്കൽ താൻ. പൂരകം സാമ്യമായി നിർത്തൽ കുംഭകം പരികീർത്തിതം. പൂരകം ചെയ്തിടുന്നേരം നീലത്തണ്ടലർ വർണ്ണനായി. കൈനാലാളും വിഷ്ണുവേ തൻ നാഭി മധ്യത്തിൽ ഓർക്കണം. കുംഭകം ചെയ്തിടുന്നേരം മുഖം നാലാണ്ട പത്മജൻ ജഗന്നാഥൻ ബ്രഹ്മദേവൻ തന്നെ ധ്യാനിക്ക ഹൃത്തിലായി. രേചകം ചെയ്തിടുന്നേരം ശുദ്ധ സ്ഫടികവർണ്ണനായി നിർമ്മലൻ ശ്രീശിവൻ തന്നെ ഭ്രൂമധ്യത്തിൽ സ്മരിക്കുക. പൂരകത്താൽ വിഷ്ണു സാത്മ്യം ബ്രഹ്മത്വം കുംഭകത്തിനാൽ. രേചകത്താൽ സിദ്ധമാവും ശിവസായുജ്യവും മുനെ. പൗരാണാചമനാദ്യങ്ങൾ ഓതി തന്നെ മുനീശ്വര. ശൗചം ആചമനം മറ്റും ഇനിയോതാം ശ്രവിക്കനീ. ആദ്യമായി പ്രണവം, പിന്നെ വ്യാഹൃതി ത്രിതയത്തോടും തദിതി ഋക്കൊത്ത ഗായത്രി കൊണ്ട് താൻ ആചമിക്കുക. ഛന്ദസ്വത്ത് ഓങ്കാരപൂർവം വ്യാഹൃതി ത്രിതയത്തോടും ഗായത്രി മൂന്നൊരുവിനാൽ പ്രാണായാമം നടത്തുക. നാനാപാപൈക ശമനം മഹാപുണ്യഫലപ്രദം. പ്രാണായാമത്തിൻ്റെ ലക്ഷണങ്ങൾ ഞാനിനി ഓതുവൻ. വിരൽ അഞ്ചാൽ സപ്രണവം നാസാഗ്രത്തെ മധിക്കൽ താൻ. വാനപ്രസ്ഥ ഗൃഹസ്ഥന്മാർ കേഴും പുണ്യതമാം വിധി. യതിക്കും ബ്രഹ്മചാരിക്കും മൂന്ന് താൻ വിരൽ മുൻപടി. ആബോഹിഷ്ടാദി മൂന്ന് ഋക്കാൽ പ്രോക്ഷിക്ക കുശവാരിയാൽ. ആബോഹിഷ്ടാദിയാൽ 9 ഓങ്കാരമുത്തുതാൻ. ഋക്ക് അന്തത്തിങ്കൽ ഓരാ ഋതം. ഋതന്തത്തിങ്കലോ പാദാന്തത്തിങ്കലോ ചെയ്ക മാർജനം. ഓരാണ്ടു ചെയ്ത പാപങ്ങളെല്ലാം പോകും ഇതൊന്നിനാൽ. ആചമിച്ചാശു സേവിക്ക സൂര്യമന്ത്രത്തിനാൽ ജലം. ഏവം അന്ധകരണജം പാപമെല്ലാം നശിച്ചുപോം. പ്രണവം വ്യാഹൃതികളും ഗായത്രിയും അതേവിധം. ആപോഹിഷ്ടാദിയും കൊണ്ട് വിധിയുണ്ട് ആചമിക്കുവാൻ. പയ്യന്റെ ചെവി പോലെ ആക്കി കൈത്തലത്തിങ്കൽ നീരുമായി. നാസാഗ്രത്തോളവും പൊക്കി വാമകുക്ഷിയിലായി മുനെ. കറുത്ത പാപാത്മാവേ പാർത്ത് ഋതം ചേരി ജപിക്കുക. ദ്രുപദാദ്യം മന്ത്രമോദി പിന്നെ തൻ ശ്വാസമാർഗമായി. വലത്തെ നാസയാരാനയിക്ക പാപിയെ വാരിയിൽ. പിന്നെയാ നീരു നോക്കാതെ ഇടഭാഗത്ത് തോവുക. സങ്കല്പിക്കുക തന്നെ താൻ പാപവർജിതനായി തഥാ. പിന്നീട് എഴുന്നേറ്റ് 2 പാദവും ചേർത്ത് വയ്ക്കുക. ചൂണ്ടാണി വിരലും തള്ളവിരലും വിട്ടു കൈകളെ സൂര്യാഭിമുഖനായി വെള്ളം കോരി ഗായത്രിയൊത്തുടൻ അർഘ്യം അർപ്പിക്കണം 3 വട്ടം എന്ന് ഊത്ത് തൻ വിധി. അസാവാദിത്യ മന്ത്രത്താൽ ചെയ്യുക. പിന്നെ പ്രദക്ഷിണം ഉച്ചയ്ക്കൊരിക്കലും സന്ധ്യ 2ലും 3 വട്ടവും. നിവർന്നു നിന്നിട്ട് ഉച്ചയ്ക്കും കുനിഞ്ഞും കൊണ്ട് ഉഷസ്സിലും അന്തിക്കിരുന്നും കൊണ്ടും താൻ അർഘ്യം തൂകണമന്തണൻ. ഹരേ ഏവം അർഘ്യങ്ങൾ ഏകാനുള്ള അതിൽ ഹേതുവും ഓതിടാം. മന്ദേഹരെന്ന 30 കോടി നിർഘൃണ രാക്ഷസർ ഇച്ഛിപ്പു രവിയെ തിന്നാൻ വീരന്മാർ ഘോരപാപികൾ. ദേവന്മാരും മുനികളും ഋഷീന്ദ്രരുമാക്ഷണം. മഹാസന്ധ്യയെ ഓർത്തും കൊണ്ടേകുന്നിത് ഉദകാഞ്ജലി. ആ നീര് വജ്രം പോൽ ചെന്ന് ദഹിപ്പിക്കുന്നു ദൈത്യരെ. ഇക്കാരണത്താൽ വിപ്രന്മാർ സന്ധ്യോപാസന ചെയ്യുകയാം. മഹാപുണ്യപ്രദമിത് എന്നോതുന്നു നിഗമങ്ങളും. അർഘ്യത്തിൻ അംഗമന്ത്രം ഞാൻ ഓതാം കേൾക്കുക നാരദ. ഇതിനുച്ചാരമാത്രത്താൽ സിദ്ധിക്കും സന്ധ്യതൻ ഫലം. അർക്കൻ ജ്യോതിസ്വരൂപൻ ഞാൻ ശിവൻ ആത്മാവുമാണ് ഞാൻ. ആത്മജ്യോതിസ് രസവും സർവജ്യോതിസുമാണ് ഞാൻ. എഴുന്നള്ളുക ഗായത്രി വരദേ ബ്രഹ്മരൂപിണി. ജപാനുഷ്ഠാന സിദ്ധ്യർത്ഥം മമ ഹൃത്തിൽ കരേറുക. എഴുന്നേറ്റിങ്ങു വരിക വീണ്ടും എഴുന്നള്ളിടാം. അർഘ്യത്തിലങ്ങ് വരിക മമ ഹൃത്തിങ്കൽ നിന്നു നീ. ശ്രീ മഹാദേവേ നമഃ. ശുദ്ധത്തിൽ